സാറേ, ഈ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ നടന്നു വരികയാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട്. ഇറാനിൽ ഉണ്ടാകുന്നുണ്ട്, ഇറാഖിൽ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ പല ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ എന്താണ് ഈ പറയുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭവും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ വിരുദ്ധ പ്രക്ഷോഭം, ഒപ്പം ഖുറാനിലെ പല സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനകൾ, ഇതിനെതിരായിട്ടുള്ള വികാരങ്ങളൊക്കെ ലോകത്തിങ്ങനെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. ഇതിന് വലിയ സ്വാധീനം അല്ലെങ്കിൽ സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതാണ് അവസ്ഥ. എന്താണ് ഈ കാര്യങ്ങൾ? അല്ല, തീർച്ചയായിട്ടും അതിപ്പോൾ ലോകവ്യാപകമായി എന്നതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങൾ, ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഉള്ള ഈ സംഭവവികാസങ്ങളിലാണ്. പിന്നെ ഹിജാബ് ഇല്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നു എന്നുള്ളത് ഒരു സംഭവമായിരിക്കുന്നു അവിടെ ഇപ്പോൾ. കാരണം ഈ ഖുമൈനിയും ഒക്കെ അവരൊക്കെ നേതൃത്വം ഏറ്റ് കിടന്നു കഴിഞ്ഞ ശേഷം വളരെ കർശനമായിരുന്നു, ഹിജാബ് ധരിച്ചുകൊണ്ടേ പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളതൊക്കെ ആയിരുന്നല്ലോ. ഏതായാലും ഈ കഴിഞ്ഞ യുദ്ധത്തിന് ശേഷം, ഈ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ തുടർന്ന് പല അറബ് രാജ്യങ്ങളും, അല്ലെങ്കിൽ ഈ സിറിയ, ലെബനൻ, ഇറാൻ, ഈ രാജ്യങ്ങളിലൊക്കെ, ഈ ഇറാനൊക്കെ പിന്നെ ഇവരുടെ ഭാഗത്തേക്ക് ചേർന്നായിരുന്നല്ലോ, സമയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഇവരെയൊക്കെ ആക്രമിക്കേണ്ടതായി വന്നിരുന്നില്ല. അവരൊക്കെ ഒരു വലിയ ആശ്വാസത്തിലാണ്, ഒരു വലിയ വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളടങ്ങുന്ന ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവരിപ്പോഴേ ഈ ഒക്ടോബർ 8 അറിയത്തില്ല, പ്രാർത്ഥന ഒക്ടോബർ 8 പ്രാർത്ഥന ഇസ്രായേൽ ആക്രമണം അതാണല്ലോ ഈ ഹമാസ് കയറി ഇസ്രായേലിനെ ആക്രമിച്ചത്. അങ്ങനെ ആക്രമിച്ച ദിവസത്തെ അവർക്കിപ്പോൾ ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ട് അവർ ആചരിക്കാൻ തയ്യാറെടുക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ അതൊരു വലിയ തരംഗമായിരിക്കുന്നു. ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ എവിടെയാണ് ഈ സിറിയ, ലെബനൻ, ഇറാൻ പറയുന്ന രാജ്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. കാരണം ഹമാസ് കയറി ഇസ്രായേലിനെ ആക്രമിച്ച് അങ്ങോട്ട് കയറി ചൊറഞ്ഞതിൻ്റെ ഭാഗമാണല്ലോ ഇത്. അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞാലും കാരണം അതൊരു വർഷമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കയറി ആക്രമിക്കുകയും ആ ആക്രമണത്തിൽ മറ്റു രാജ്യങ്ങൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ശരിയാണ്, ഒരുപാട് നമ്മളതിനെ അങ്ങനെ കാണുന്നതിനകത്തൊരു ശരിയ നീതികേടുണ്ടെന്ന് നമുക്കറിയാം. കാരണം ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു യുദ്ധവും നമ്മൾ സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലല്ലോ. കുട്ടികളടക്കമുള്ള 100 ആളുകൾ മരിക്കുന്നത് നല്ല കാര്യമല്ലല്ലോ. പക്ഷേ തുടങ്ങി വെക്കുന്നത് ഇവരാണ്. ഈ ഹമാസ്, ഹിസ്ബുള്ള, ഈ തീവ്രവാദികൾ കയറി അങ്ങ് തുടങ്ങി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ കയറി ആക്രമിക്കുകയും ഈ ആക്രമണത്തിനുണ്ടായ ഒരു ഗുണഫലം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ശുദ്ധവായു ഈ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വെറുതെ ഇങ്ങനെ പറയുന്നതല്ല. ഇറാനിലാണെങ്കിൽ ഇബ്രാഹിം റൈസിയോ ഒക്കെ വധിക്കപ്പെട്ടല്ലോ. ഇബ്രാഹിം റൈസി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ 5000 പേരെയൊക്കെ കൊന്ന ആളാണ് പുള്ളി. പക്ഷേ അദ്ദേഹം അവൻ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗം ജനതയുണ്ട്, അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗം. ഈ ആൾക്കാർക്ക് മുഴുവൻ ഇങ്ങനെ അവരൊരു ഇതിലേക്ക് ഒരു ആശ്വാസത്തിലേക്ക് വരികയാണ്. അതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ നിന്നേക്കാൾ ഉപരി ഇസ്ലാം രാഷ്ട്രങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിലൊക്കെ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയല്ലേ. അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം പഠിക്കാൻ പോകാൻ പറ്റത്തില്ല. സ്ത്രീകൾക്ക് അത് പടിപടിയായിട്ട് അങ്ങ് കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലേക്കാണ് ഈ ഇത്തരത്തിൽപ്പെട്ട ചില വെളിച്ചങ്ങൾ ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. അപ്പം ഇറാനിലൊക്കെയാണ്, ഇറാനിലെ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ച ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മളിപ്പോൾ ഈ ഹമാസിനൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ആൾക്കാർ പലയിടത്തും ഉണ്ടല്ലോ, കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെ വല്ല ഇങ്ങോട്ടേക്ക് ആനയിക്കേണ്ടി വരും ഇനി പറഞ്ഞു. അല്ല, അവസാനം ഇവിടെ ഒരു രക്ഷ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഈ വന്ന് ചേരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. നമ്മുടെ സുഡാപ്പികൾക്ക് അവരെ ചേർത്ത് പിടിക്കേണ്ടതായിട്ട് വരും എന്നൊരവസ്ഥയാണ്. അവരല്ലാതെ, കാരണം ലോകത്ത് വേറെ ഒരിടത്തും ഇവർക്ക് അഭയം കിട്ടത്തില്ല. ഈ മുസ്ലിം രാജ്യങ്ങളിൽ പോലും അഭയം കിട്ടാത്തൊരവസ്ഥ സംജാതമായിരിക്കുകയാണ്. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അഭയം കൊടുത്ത് അവർക്ക് പണി കിട്ടി, വലിയ പണി കിട്ടി. അല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതൊരു വലിയ മൂവ്മെന്റ് ആയിട്ട് നടക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ പണി കിട്ടിയ രാജ്യങ്ങൾ നമുക്കറിയാം. എത്ര പ്രശ്നങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് നടക്കുന്നത്. ഇപ്പൊ തന്നെ യൂഗോസ്ലാവിയ പിളർന്നുണ്ടായ രാജ്യമുണ്ടല്ലോ, കൊസാബ എന്നൊക്കെ പറയുന്ന രാജ്യമുണ്ടല്ലോ. അവിടെയൊക്കെ അവരൊക്കെ വലിയ പെട്ടിരിക്കുകയാണ് ഒരർത്ഥത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർ വലിയ തരത്തിൽ ക്രിസ്ത്യൻ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അതല്ലാതെ യൂറോപ്യൻ യൂണിയനിൽ അവർ ഇപ്പോൾ യൂഗോസ്ലാവിയയും കൊസോബായും തമ്മിൽ ഈ തർക്കം കൊണ്ടായി വിഭജിക്കപ്പെട്ടു പോയ രാജ്യമാണ് പറഞ്ഞത്. പക്ഷെ അവിടെ അവർക്ക് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം വേണമെങ്കിൽ, അവർ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം ആവശ്യപ്പെടുന്ന രാജ്യമാണ്. യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവർ ഈ ഇസ്ലാം ഉപേക്ഷിക്കണമെന്ന നിബന്ധന തന്നെ യൂറോപ്യൻ യൂണിയൻ വെച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതാണ് ഇവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ആശ്വാസകരമായി തോന്നുന്ന ഈ പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ കാര്യമാണ്. ഈയിടെ വളരെ വൈറലായ ഒരു വീഡിയോ പ്രചരിച്ചായിരുന്നു. ഇറാനിൽ ഒരു മതപുരോഹിതനൊരു സ്ത്രീയുടെ ഹിജാബ്
എന്താ പറയുന്നത്, ഹിജാബ് ഇടാതെ പുറത്തിറങ്ങിയ ഒരു സ്ത്രീയെ കൊണ്ട് ബലമായി ഹിജാബ് ശ്രമിക്കുന്നതും അത് ആ സ്ത്രീ അവളെ ഈ ചെവിക്കുട്ടിക്ക് നോക്കി തന്നെ അടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ വളരെ വ്യാപകമായിട്ട് ലോകത്ത് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ അതിനൊക്കെ ധൈര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ പഴയ മുല്ലപ്പൂ വസന്തം എന്നൊക്കെ പറഞ്ഞ ഇസ്ലാമിക് ബ്രദർഹുഡുകാർ ഉണ്ടാക്കിയതാണെങ്കിൽ അല്ലാത്ത ഒരു വസന്തം അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ ഈ നേരം വെളുക്കാത്തത് ഇവിടെ നമ്മുടെ രാജ്യത്തേ ഉള്ളൂ. അല്ല, അവിടെ ഒരു പെൺകുട്ടി ഈ ഹിജാബിനെതിരായി കൊണ്ട് പ്രതിഷേധിച്ച് പെൺകുട്ടികളെല്ലാം ജയിലിലാക്കിയതിന് പ്രതിഷേധിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നഗ്നയായിട്ട് പൂർണ്ണ നഗ്നയായിട്ട് തെരുവുകളിലൂടെ നടന്നു, ഹിജാബ് ഒരു വസ്ത്രവും ധരിക്കാതെ. അതിന് ധൈര്യം ഇറാനിലെ പെൺകുട്ടികൾ കാണിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റുമോ? കാരണം ആ രാജ്യത്ത് അതുപോലെയല്ലേ ഒരു പിന്നെ ഈ പ്രവാചകൻ നിന്ന് നടത്തിയെന്ന പേരിൽ പ്രവാചകൻ നിന്ന് നടത്തിയെന്ന പേരിൽ ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായ അദ്ദേഹത്തെ തൂക്കിലേറ്റി. അത് എത്രമാത്രം ക്രൂരമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രൂരത അത് ക്രൂരമായി നടക്കുമ്പോഴും അങ്ങ് ആലോചിക്കേണ്ടത് എന്താ കാര്യം എന്നറിയോ? അത് പ്രവാചക നിന്ദ എന്ന് പറയുന്നത് ഖുറാനിൽ എഴുതി വെച്ചിട്ടുള്ള സത്യം അദ്ദേഹം പറഞ്ഞു. അതായത് ആയിഷ ബീവിയെ ഈ പറയുന്ന പോലെ മുഹമ്മദ് നബി പിന്നെ വിവാഹം കഴിച്ചത് 6 വയസ്സിലാണ് എന്ന് അതെന്തൊരു 6 വയസ്സിലാണല്ലോ, 6 വയസ്സ് കല്യാണം കഴിച്ചു, 9ാമത്തെ വയസ്സിലോ 10 വയസ്സിലോ എന്താണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നാണ് ഖുറാൻ പറയുന്നത്. അത് തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, കുട്ടികളായി കാണണമെന്ന് പറഞ്ഞു. ഇതാണ് ഇസ്ലാമിക നിന്ദ എന്ന് പറയുന്നത്. ഇതിനാണ് അദ്ദേഹം തൂക്കിലേറ്റിയത്. ചിരിച്ചുകൊണ്ട് തൂക്കുമരത്തിന് മുമ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രചരിച്ചു നമ്മൾ കാണുന്നുണ്ട്, മാധ്യമങ്ങൾ ഇത് കാണുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം ഈ നമ്മൾ ഈ ഹമാസിൻ്റെ ആക്രമണം കൊണ്ട് ഇസ്രായേലിൻ്റെ തിരിച്ചുള്ള ആക്രമണം കൊണ്ട് ഈ ആക്രമണത്തിൽ ഇത്രയും രാജ്യങ്ങളെ ഇത് ചെയ്യേണ്ടി വന്നതുകൊണ്ട് വലിയ ഒരു ആശ്വാസം ആ രാജ്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ രാജ്യത്ത് ഇവർക്ക് മനസ്സിലാക്കി കഴിയാൻ പിന്തുണയ്ക്കാനും ആൾക്കാർ ഇതിനെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരെ എന്താണിത് മനസ്സിലാക്കാത്തത്? ആ രാജ്യങ്ങളിൽ പോലും ഇത്ര വലിയൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശിയടിക്കുകയാണ്. അങ്ങനെ വീശിയടിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറാകുമ്പോൾ, അവിടുത്തെ സ്ത്രീകൾ തയ്യാറാകുമ്പോൾ, നമ്മൾ പിന്നെ അതിനെ ആ അർത്ഥത്തിൽ പിന്തുണയ്ക്കാൻ ഇവിടെ ആളുകൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറഞ്ഞു? ഇവിടെ ഹമാസിന് സിന്ദാബാദ് വിളിക്കുകയും എന്താ പറയുക, മറ്റ് നമുക്കറിയാമല്ലോ കുംഭമേളയ്ക്ക് പിന്നെ ആളുകൾ മരിച്ചപ്പോൾ അതിന് ഈ ആഹ്ലാദത്തിൻ്റെ ഇമോജി ഇട്ട ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞതുപോലെ അവർ ഇതിങ്ങനെയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു മാറ്റം ഇറാനിലും പിന്നെ സിറിയയിലും ലെബനനിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിജാബ് ഞങ്ങളുടെ അവകാശമാണ്, പർദ്ദ ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയും. അത് ചെറുപ്പം മുതലേ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെയാണ് അവർ അവകാശം എന്ന് പറയുന്നത്. ഇത് ചോയ്സ് ആണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ കുംഭമേളയ്ക്കെതിരെ കുറ്റം പറയുന്ന ആളുകളോട് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു പലപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. ഈ പിഞ്ചു കുട്ടികളുടെ എന്താണ് സുന്നത്ത് കർമ്മം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അവകാശത്തിലേക്ക് കടന്നു കയറുന്നതാണത്. ഒരു ശാരീരികമായ കാര്യത്തിലേക്ക് കടന്നു കയറുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷനെ സുന്നത്ത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ മതം നിർബന്ധിച്ച് ശരീരത്തിലേക്ക് കയറുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഒരാളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളിവിടെ ഉയർപ്പ് മുട്ടുന്ന ഒത്തിരി മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ആലോചനകൾ വരുമ്പോൾ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ അല്പമൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, അവരൊക്കെ ഓർത്തഡോക്സ് ആൾക്കാരാണ്, മതാചാരങ്ങൾ അനുഷ്ഠിക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷേ ഈ തീവ്രമായ ഹിജാബ് അടക്കമുള്ള കാര്യങ്ങൾ ധരിക്കണമെന്നുള്ള നിർബന്ധം കൊണ്ട് വിവാഹാലോചനകൾ മുടങ്ങിപ്പോകുന്നതായി 1-2 മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് അതിനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. പക്ഷേ കുറച്ച് പേരുടെ നിയന്ത്രണത്തിൽ പെട്ട് ഇത് വലിയ കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്തായാലും അവിടെയെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് നല്ലതാണ്. ക്രമേണയെങ്കിലും ഇങ്ങോട്ട് വരട്ടെ. അല്ലെങ്കിൽ അവർക്ക് അഭയമായിട്ട് അവരെല്ലാം കൂടി ഇങ്ങോട്ട് വരുമെന്നുള്ളതാണ് നമുക്ക് ഭയപ്പെടാൻ. തീർച്ചയായിട്ടും.